അതെ, ഈ കാണാണ്ടില്ല ഞങ്ങൾ കുറച്ച് മുന്നേ 2000 കോഴികളൊക്കെ വളർത്തിക്കൊണ്ടിരുന്ന ഒരു കോഴി ഫാമിൻ്റെ സ്ട്രക്ചറാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് പണിക്കാരൊക്കെ ഉണ്ടെങ്കിൽ പണിക്കാരെ നിൽക്കാൻ പാകത്തിലുള്ള ചെറിയൊരു വീടും നമുക്ക് ഈ ഒരു പ്ലോട്ടിനകത്തുണ്ട്. അതുപോലെ തന്നെ ഇതാണ് ആദായത്തിനായിട്ട് അതേപോലത്തെ റബ്ബർ മരങ്ങൾ ഏകദേശം ഒരു 10-200 റബ്ബർ മരങ്ങൾ നമുക്ക് ഈ ഒരു പ്ലോട്ടിനകത്തുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ പറമ്പിൻ്റെ സൈഡിൽ കൂടെ ഒരു തോടൊഴുകുണ്ട്, വറ്റാത്ത വെള്ളമുള്ള കുളമുണ്ട്. ഏത് വാഹനം വേണമെങ്കിലും നമ്മളെ പ്ലോട്ടിലോട്ട് വരാനുള്ള റോഡും സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മൊത്തം സ്ഥലം വരുന്നത് 2 ഏക്കർ പ്ലോട്ടാണ്. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളാണ് ഇന്ന് നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. പിന്നെ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെയാണ് നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പേജ് നിങ്ങൾ മറക്കാതെ ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഇതേപോലെ സ്ഥലങ്ങളൊക്കെ അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു സ്ഥലത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് പോയി നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ഥലം വരുന്നത് നമ്മളെ കാസർഗോഡ് ജില്ലയിലെ പരപ്പ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് വെറും 1 കിലോമീറ്റർ മാത്രം അകലത്തിലാണ് ഈ ഒരു പ്ലോട്ട് വരുന്നത്. ഇത് നമുക്ക് പരപ്പേന്ന് വരുന്ന റോഡാണ്. പരപ്പേന്ന് ഏകദേശം 1 കിലോമീറ്ററാണ് നമുക്ക് ഈ ഒരു പ്ലോട്ടിലോട്ട് വരാനുള്ള ദൂരം എന്ന് പറഞ്ഞാൽ. ഏത് വാഹനം വേണമെങ്കിലും വരാനുള്ള റോഡുണ്ട്, ടാറിങ് റോഡാണ്. ഈ കാണുന്നതാണ് നമ്മളെ പ്ലോട്ട്. മൊത്തം 2 ഏക്കർ സ്ഥലമാണ്. പിന്നെ ഈ റോഡ് നേരെ അങ്ങോട്ട് പോകുന്നത് പള്ളത്തുമല എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകുന്ന റോഡാണ്. പിന്നെ ചുറ്റുപാട് കണ്ടില്ല നിങ്ങൾ, ഇഷ്ടംപോലെ വീടുകളുണ്ട്, അടുത്തൊക്കെ ഒരുപാട് വീടുകളുണ്ട്. കറണ്ടിൻ്റെ ഇലക്ട്രിക് കണക്ഷനും കാര്യങ്ങളൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ നമ്മളെ റോഡിൻ്റെ നമ്മളെ പറമ്പിൻ്റെ ഫ്രണ്ട് തന്നെ ഉണ്ട്. പിന്നെ നമുക്ക് പറമ്പിലും കറണ്ടിൻ്റെ ഇലക്ട്രിക് കണക്ഷൻ എടുക്കാനുള്ള പോസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു സ്ഥലത്തിൻ്റെ പഞ്ചായത്ത് വരുന്നത് പിന്നെ ബളാൽ പഞ്ചായത്തിലും അതുപോലെ തന്നെ വില്ലേജ് വരുന്നത് പരപ്പ വില്ലേജിലും, താലൂക്ക് വരുന്നത് വെള്ളരിക്കുണ്ട് താലൂക്കിൽപ്പെട്ട സ്ഥലമാണ് കേട്ടോ. നമുക്ക് ഈ ഒരു സ്ഥലത്തോട്ട് കാഞ്ഞങ്ങാട് നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 24 കിലോമീറ്ററും, അതുപോലെ തന്നെ നമുക്ക് നീലേശ്വരത്ത് നിന്ന് വരികയാണെന്നുണ്ടെങ്കിലും ഏകദേശം ഒരു 24 കിലോമീറ്റർ മാത്രമാണ് ദൂരം. ഈ കാണുന്നതാണ് പ്ലോട്ട് കേട്ടോ. മൊത്തം 2 ഏക്കർ സ്ഥലമാണ്. കോഴി ഫാമോ അങ്ങനെ ഫാമുകളൊക്കെ ആയിട്ട് തുടങ്ങാൻ പറ്റുന്നവർക്ക് എടുക്കാൻ പറ്റിയ നല്ല കിടിലം പ്ലോട്ടാണ്. പോയിട്ട് ഉള്ളിലെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പം നമുക്ക് പറമ്പിൽ പോയിട്ട് പറമ്പിൽ എന്തൊക്കെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ മൊത്തത്തിലൊന്ന് കാണിച്ചു തരാം കേട്ടോ. കയറി വരുമ്പോൾ തന്നെ കണ്ടില്ല നിങ്ങൾ, ഏത് വാഹനം വേണമെങ്കിലും പ്ലോട്ടിലോട്ട് വരാനുള്ള റോഡുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു പ്ലോട്ടിൻ്റെ ഒരുവിധം താഴെ വരെ നമുക്ക് റോഡ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ കയറി വരുമ്പോൾ കണ്ടില്ല നിങ്ങൾ, ഇതേപോലത്തെ തേക്ക് മരങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ല നിങ്ങൾ, ഇതേപോലത്തെ തേക്കുകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇവിടെ തന്നെ ഒരു ഏകദേശം ഒരു 5-8 എണ്ണം നമുക്ക് ഇവിടെ തന്നെ എണ്ണാൻ കിട്ടുന്നുണ്ട്. കണ്ടില്ല നിങ്ങൾ, കണ്ടില്ലേ, ഇതേപോലെ അങ്ങോട്ടൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അതൊക്കെ ഓരോന്നോരോന്ന് വഴിയെ ഓരോന്ന് കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമുക്ക് ഇതിനകത്ത് ഇതാണ് ചെറിയൊരു വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ചെറിയൊരു എന്താ പറയുക ടാങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. താഴെ പന്നി ഫാമൊക്കെ ഉണ്ടായിരുന്നു, അതുപോലെ കോഴി ഫാമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തുള്ള വെള്ളം അടിക്കാനുള്ള സൗകര്യത്തിനുള്ള ടാങ്കാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത് കണ്ടില്ല നിങ്ങൾ, ഈ ഒരു ഭാഗത്ത് കണ്ടില്ല, അവിടെ ഉണ്ട് തേക്ക്, പിന്നെ ഇങ്ങോട്ടും തേക്ക്. ഇതൊക്കെ തേക്ക് മരങ്ങളാണ്. പിന്നെ ചുറ്റുപാടും കണ്ടില്ല നിങ്ങൾ, അടുത്തൊക്കെ ഇഷ്ടംപോലെ വീടുകളുണ്ട് കേട്ടോ. ഒക്കെ വലിയ വലിയ വീടുകളാണ്. നമുക്ക് കാസർഗോഡ് ടൗണിൽ പോകാൻ വെറും 39 കിലോമീറ്ററാണ് നമുക്ക് ഈ ഒരു പ്ലോട്ടിൽ നിന്നുള്ള ദൂരം എന്ന് പറഞ്ഞാൽ. ഈ കണ്ടില്ല, ഏത് വണ്ടി വേണമെങ്കിലും നമ്മളെ പ്ലോട്ടിലോട്ട് സുഖസുന്ദരമായിട്ട് ഇറങ്ങി പോകാനുള്ള റോഡുണ്ട്. പിന്നെ ഒരു എന്താ പറയുക, അധിക കുന്നോ ചെരിവൊന്നുമില്ല. നമ്മൾ ഈ ഒരു പറമ്പിൻ്റെ എൻഡിൽ മാത്രം കുറച്ച് ചെറിയൊരു ചെരിവുണ്ട്. ആ ചെരിവിൽ നമുക്ക് ഒരു നല്ലൊരു തോട് ഒഴുകുന്നുണ്ട് കേട്ടോ. പിന്നെ അതാണ് കണ്ടില്ല നിങ്ങൾ, റബ്ബർ മരങ്ങൾ. ഇതേപോലത്തെ റബ്ബർ മരങ്ങൾ ഏകദേശം ഒരു 10-200ഓളം റബ്ബർ മരങ്ങൾ നമുക്ക് ഈ ഒരു പ്ലോട്ടിനകത്തുണ്ട്. കണ്ടില്ലേ, ഒക്കെ നല്ല നല്ല റബ്ബർ മരങ്ങളാണ്. ഇപ്പോൾ 105 ഇനത്തിൽപ്പെട്ട ഒരു ഭാഗം മാത്രമേ തീർന്നിട്ടുള്ളൂ. മറു സൈഡ് കുറച്ച് ടാപ്പിംഗ് ആയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഇതേപോലത്തെ റബ്ബർ മരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അതൊക്കെ കാണിച്ചു തരാം. പിന്നെ ഈ ഒരു തേക്ക് നോക്കുകയാണെങ്കിൽ തേക്കുകൾ ഇഷ്ടം പോലെയാണ് കേട്ടോ. ഇതൊക്കെ അത്യാവശ്യം നല്ല വണ്ണമുള്ള തേക്കുകളാണ്. ഇതാണ് അതും ഏകദേശം നല്ല വണ്ണമുള്ള കുറേ ഉണ്ട് കേട്ടോ. തേക്കുകളൊക്കെ അതാണ് ഒത്തിരി തേക്കുകളുണ്ട്. പിന്നെ ഇതാണ് നമ്മളെ ഈ ഒരു പറമ്പിനകത്തുള്ള ചെറിയൊരു വീടുണ്ട് കേട്ടോ. പണിക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ താമസിക്കാൻ ചെറിയൊരു മെയിൻ്റനൻസ് വർക്ക് ചെയ്യേണ്ടി വരും. ചെറിയൊരു ഷെഡുണ്ട്, ചെറിയൊരു വീടുണ്ട്. പിന്നെ നമുക്ക് മെയിനായിട്ടുള്ള ഇതിനകത്ത് ഇവർ പന്നീനെ വളർത്തിക്കൊണ്ടിരുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിനകത്ത് പിന്നെ കോഴികളെ വളർത്തിക്കൊണ്ടിരുന്നതാണ്. ഏകദേശം ഒരു 10-2000ഓളം കോഴികളെ ഇവർ ഇവിടെ വളർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കണ്ടില്ല നിങ്ങൾ, ഇതേപോലത്തെ റബ്ബർ മരങ്ങളാണ് ബാക്കിയുള്ളത്. മൊത്തത്തിൽ എല്ലാം കൂടി കൂട്ടുമ്പോൾ ഒരു 10-200ഓളം റബ്ബർ മരങ്ങളാണ് നമുക്ക് ഇതിനകത്തുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു ഫാമൊക്കെ നടത്താൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു സ്ഥലമാണ്. ഉണ്ടല്ലോ, അതിൻ്റെ കുറച്ച് വർക്ക് ഉണ്ട്, കുറച്ച് മെയിൻ്റനൻസ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട്. ഇതിൻ്റെ മേൽക്കൂരം കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ മെയിനായിട്ട് നമുക്കൊരു ഫാം ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ തറയും കാര്യങ്ങളൊക്കെ ആണല്ലോ മെയിനായിട്ട് പൈസ എക്സ്പെൻസ് ഇത് കൂടുന്നത്. ഇതിനിപ്പോൾ അങ്ങനത്തെ തറക്കൊന്നും വേറെ എക്സ്ട്രാ പൈസ ചിലവ് കാര്യങ്ങളൊന്നുമില്ല. മൊത്തത്തിൽ ഇപ്പോൾ ഒരു ഏകദേശം ഒരു 10-2000ഓളം കോഴികളാണ് അവർ ഇതിനകത്ത് വളർത്തിക്കൊണ്ടിരുന്നത് കേട്ടോ. പിന്നെ മെയിൻ സൗകര്യം എന്താ വെച്ചാൽ ഏത് വണ്ടി വേണമെങ്കിലും നമ്മൾക്ക് തീറ്റ ഇറക്കാനോ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാനൊക്കെ വണ്ടികളൊക്കെ ഇഷ്ടം പോലെ വരികയും ചെയ്യും കേട്ടോ. നമ്മളെ പ്ലോട്ടിൻ്റെ ഒരു ഏകദേശം ഒരു വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ല നിങ്ങൾ, ഇതാണ് ഇപ്പോൾ നമ്മളെ
ഒരുവിധം എന്താ പറയുക കുന്നോ മലകളോ വലിയ കുന്നൊന്നുമില്ല. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് മാത്രമേ കുറച്ച് ചെറിയൊരു ചെരിവുള്ളൂ കേട്ടോ. കുറച്ച് ഭാഗം ചെറിയൊരു ചെരിവുള്ളൊരു സ്ഥലം. ഇതാണ് നമ്മളെ പ്ലോട്ടിൻ്റെ താഴോട്ടുള്ളത് ഫുള്ള് റബ്ബറാണ്. ഫാമൊക്കെ തുടങ്ങാനും പിന്നെ നമുക്ക് പരപ്പ ടൗണിൽ നിന്ന് വെറും 1 കിലോമീറ്റർ മാത്രമേ നമ്മൾ ഈ ഒരു പ്ലോട്ടിലോട്ടുള്ളൂ. ഇനി വെള്ളത്തിൻ്റെ സൗകര്യം സംഭവങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. വെള്ളം എന്ന് പറഞ്ഞാൽ പറ്റാത്ത വെള്ളമുള്ളൊരു കുളമാണ് ഇതിനകത്തുള്ളത്. അത് 365 ദിവസം നമുക്ക് അതിനകത്ത് വെള്ളം കിട്ടും. പിന്നെ നമുക്ക് പറമ്പിൻ്റെ സൈഡിൽ കൂടെ ഒരു തോട് പോകുന്നുണ്ടല്ലോ, അപ്പോൾ അതിനകത്തും വെള്ളം ഉള്ളതാണ്. പിന്നെ വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. നമ്മളെ സ്ഥലത്തിൻ്റെ പിന്നെ വീടിൻ്റെ ബാക്ക് സൈഡിൽ നിന്നുള്ളൊരു വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ തേക്ക് ആണെങ്കിൽ ഇഷ്ടം പോലെ കേട്ടോ. തേക്ക് വെട്ടി വിറ്റാൽ തന്നെ അത്യാവശ്യം നല്ല പൈസ കിട്ടും. കണ്ടില്ല നിങ്ങൾ, ഒക്കെ വലിയ വലിയ മരങ്ങളാണ്. പിന്നെ തേക്ക് പ്ലാവുണ്ട്. പ്ലാവിലൊക്കെ ഫുള്ള് ഇതാണ്. ഇതേപോലെ കുരുമുളക് ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. അതിരുവഴി ഫുള്ള് തേക്കാണുള്ളത് കേട്ടോ. തേക്കും പ്ലാവും മാവ് അങ്ങനെയുള്ള മരങ്ങളാണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെതാണ് ജാതി ഉണ്ട്. എല്ലാ സംഭവങ്ങളും നമുക്ക് ഈ ഒരു പ്ലോട്ടിലുണ്ട് കേട്ടോ. പിന്നെ അങ്ങോട്ടൊക്കെ വീടിൻ്റെ ഇപ്പുറത്തെ സൈഡിലാണെങ്കിലും അങ്ങോട്ടൊക്കെ ഇഷ്ടംപോലെ വീടുകളുണ്ട്. ഇതാണ് നമ്മളെ പ്ലോട്ടിലുള്ളൊരു കുളം. വെള്ളത്തിനൊന്നൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അതാണ് 365 ദിവസം ഇതാണ് ഇതേപോലെ വെള്ളം കിട്ടും കേട്ടോ. നല്ല സൈലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. ഫാമൊക്കെ തുടങ്ങാനൊക്കെ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ സ്ഥലമാണ്. പിന്നെ തെങ്ങുകളുണ്ട്. തെങ്ങ് ഏകദേശം ഒരു 10-35ഓളം തെങ്ങുകളുണ്ട് കേട്ടോ അതിനകത്ത്. ബസ് റൂട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കാഞ്ഞങ്ങാട് നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 24 കിലോമീറ്റർ നമുക്ക് ഈ ഒരു പ്ലോട്ടിലോട്ട് ഉള്ള ദൂരം എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ബസ്സുണ്ട്. കാഞ്ഞങ്ങാട് നിന്നുണ്ട്, അതുപോലെ തന്നെ നീലേശ്വരത്ത് നിന്ന് ബസ്സുണ്ട്. ബസ് റൂട്ടിനൊന്നും ഒരു പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് പള്ളിയിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ക്രിസ്ത്യൻ പള്ളിയിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഏകദേശം 1 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ക്രിസ്ത്യൻ പള്ളി ഉണ്ട്. പിന്നെ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ സ്കൂളിലോട്ടൊക്കെ പറഞ്ഞു വിടണമെന്നുണ്ടെങ്കിൽ പിന്നെ 1 കിലോമീറ്റർ ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. മുസ്ലിം പള്ളി ആണെന്നുണ്ടെങ്കിലും 1 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ മുസ്ലിം പള്ളിയുണ്ട്. ഹോസ്പിറ്റലിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പരപ്പയിൽ ഹോസ്പിറ്റലുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വെള്ളരിക്കുണ്ട് എത്തിക്കഴിഞ്ഞാൽ വെള്ളരിക്കുണ്ട് താലൂക്ക് ഹോസ്പിറ്റലും വെള്ളരിക്കുണ്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും നല്ല അനുയോജ്യമായുള്ളൊരു കിടിലം പ്ലോട്ടാണ്. ചെറിയ റേറ്റ് അതിൻ്റെ ഓണർ ഇനി ചോദിക്കുന്നുള്ളൂ കേട്ടോ. റബ്ബറൊക്കെ കണ്ടില്ല നിങ്ങൾ, അത്യാവശ്യം നല്ല റബ്ബർ മരങ്ങളാണ്. എല്ലാം നല്ല പാല് കിട്ടുന്ന റബ്ബർ മരങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ഥലം വരുന്നതേ നമ്മളെ കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് നിന്ന് ഏകദേശം ഒരു 24 കിലോമീറ്റർ മാത്രം മാറിയിട്ട് പരപ്പ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു പ്ലോട്ട് വരുന്നത്. മൊത്തത്തിലുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാം കൊണ്ടും നല്ല ഒരു ഫാമൊക്കെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു സൂപ്പർ സ്ഥലമാണ്. മെയിൻ സൗകര്യം എന്താ വെച്ചാൽ വെള്ളത്തിൻ്റെ സൗകര്യം ഉണ്ട്, കറണ്ടിൻ്റെ കണക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഏത് വാഹനം വേണമെങ്കിലും നമ്മൾ പ്ലോട്ടോട്ട് വരാനുള്ള റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. സൈലൻ്റ് ആയിട്ടുള്ളൊരു പ്രദേശം, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പാർട്ടി ഇനി ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ സെൻറ്റിന് വെറും 23,000 രൂപയാണ് ചോദിക്കുന്നത്. അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ്. ആർക്കെങ്കിലും എടുക്കണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഓണറുടെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഡയറക്റ്റ് എത്രയും പെട്ടെന്ന് ഓണറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്തോളി. പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതിലൊക്കെ നമുക്ക് കാസർഗോഡ് ജില്ലയിലോ കണ്ണൂർ ജില്ലയിലോ വിൽക്കാനുണ്ടെങ്കിൽ ഇതേപോലെ യൂട്യൂബ് ചാനൽ വഴി പരസ്യം ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറുമായിട്ടൊന്ന് വിളിക്കാൻ മറക്കണ്ട. ഞങ്ങളുടെ നമ്പർ 98 95 18 18 86 ആണ്. പിന്നെ ഈ വീഡിയോ നിങ്ങൾ കഴിയുന്നത് മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു പേജ് നിങ്ങൾ മറക്കാതെ ഫോളോ ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിടിലം പ്ലോട്ടിൻ്റെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ബൈ.